കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ബീച്ചിൽ ഉന്തുവണ്ടിയിൽ കച്ചവടം നടത്തുന്ന ഒരാളുടെ അനുഭവം പറഞ്ഞു. ഒരു സുപ്രഭാതത്തിൽ അയാളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഹൈദരാബാദിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സൈബർ ക്രൈമിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഫണ്ട് വന്നിരുന്നു, അതുകൊണ്ടാണ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ആക്ച്വലി അത് അന്വേഷിച്ചപ്പോൾ ഒരു കസ്റ്റമർ 100 രൂപയുടെ ഒരു UPI ട്രാൻസ്ഫർ നടത്തിയതാണ്. ഇതൊരു കോമൺ സിനാരിയോ ആണ്, പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടും ഉണ്ടാവും. ഇതിന് അഗെയിൻസ്റ്റ് നമുക്ക് ഒരുപാട് ലീഗൽ റെമഡീസ് ഉണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാം, ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാം, ബാങ്ക് ഓംബുഡ്സ്മാനെ അപ്രോച്ച് ചെയ്യാം. പക്ഷേ ഇത് ഒരുപാട് സമയമെടുക്കും, അതേപോലെ തന്നെ കോസ്റ്റ്ലി അഫെയറുമാണ്. അതുകൊണ്ട് തന്നെ ഈ റിസ്ക് ഒഴിവാക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറുള്ളത്, നിങ്ങൾ ഒരിക്കലും UPI പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നത് നിങ്ങളുടെ പ്രൈമറി അക്കൗണ്ടിലാവരുത് എന്നുള്ളതാണ്. മിനിമം 2 അക്കൗണ്ടുകൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്ന് ഒരു പ്രൈമറി അക്കൗണ്ട്, അതിലായിരിക്കണം നിങ്ങളുടെ കോർ ഫണ്ടുകളും കാര്യങ്ങളൊക്കെ. UPI പേയ്മെൻറ്റിന് ഒരു അക്കൗണ്ട് സൂക്ഷിക്കുക, അതിൽ UPI പേയ്മെൻറ്റ് വരുന്നു, എൻഡ് ഓഫ് ദ ഡേ ആ ഫണ്ട് മൊത്തം നിങ്ങളുടെ പ്രൈമറി അക്കൗണ്ടിലേക്ക് മാറ്റുക. ഒരിക്കലും UPI പേയ്മെൻറ്റ് സ്വീകരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾ സേവിങ്സ് ഫണ്ടുകൾ ഒരിക്കലും സൂക്ഷിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ റിസ്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ തിങ്ക് അബൌട്ട് ഇറ്റ്.